ഇന്ന് നമുക്കൊരു ശർക്കര പിന്നെ പയർ പായസം വെച്ചാലോ. ശർക്കരയൊക്കെ ഇട്ട് ശർക്കര പാവ് കാച്ചി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് ഒരു പിന്നെ പയറിൻ്റെ ചെറുപയർ, അതായത് ചെറുപയർ നമ്മൾ ഈ ചെറുപയർ തൊലി കളഞ്ഞ ചെറുപയർ നമ്മൾ ഞാനിത് കണ്ടു മേടിച്ച് അത് ഞാൻ കുക്കറിലിട്ട് ഒരു 2 സീറ്റി അടിച്ചിട്ടുണ്ട്. 4ഒക്കെ ആയാൽ ഒത്തിരി അങ്ങ് അളിഞ്ഞു. ഇപ്പം 2 സീറ്റി അടിച്ച് ഒരുവിധം ഞാൻ വെച്ചു. ഇനി ഇത് നമുക്ക് നെയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കണം. അത് നിങ്ങളെ ഞാൻ കാണിക്കും. അപ്പം ഞാനൊരു ഒരു ചെറിയ സ്പൂണിന് 3 സ്പൂണ് പിന്നെ ഇത് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഈ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പയർ, അപ്പോൾ ആ പയറിട്ട് നമുക്കൊന്ന് വഴറ്റാം. നമ്മുടെ പയർ പായസത്തിൻ്റെ പയർ നമ്മൾ വേവിച്ചതായതുകൊണ്ട് പിന്നെ നമ്മൾ നെയ്ക്കകത്ത് ഒന്നുകൂടി ഇട്ടൊന്ന് വഴറ്റുന്നതേ ഉള്ളൂ. ഒരുപാട് വേവൊന്നും വേണ്ട. അപ്പം നമ്മുടെ ഇതിനകത്ത് വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടുത്തെ ഉണ്ടായതുകൊണ്ട് ഇനി പിരിയുമോ എന്നറിയത്തില്ല. ആദ്യം നമുക്ക് കുറച്ച് ഒരു കുഴിയൽ പാല്, ഞാൻ കാച്ചി വെച്ചിരുന്ന ഫുൾ ക്രീമിൻ്റെ പാല്, അതങ്ങോട്ട് ഒഴിക്കാം. അതിൽ കിടന്നൊന്ന് വേവട്ടെ. അപ്പം നമ്മുടെ പയറും പിന്നെ പാലും കൂടെ നല്ലോണം ഒന്ന് നെയ്യ് ഒഴിച്ച് അതിനകത്ത് കിടന്ന് നല്ലോണം ഒന്ന് വെന്ത് കുറുകട്ടെ. അപ്പം ഞാൻ ശർക്കരയുടെ പാനിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒഴിക്കാം ഇച്ചിരി കഴിഞ്ഞ്. അപ്പം നമ്മൾ ഈ പിന്നെ പയറായതുകൊണ്ട്, നമ്മുടെ പയറിൻ്റെ അലക് ആയതുകൊണ്ട് ഇങ്ങനെ ഇത് കുറുകും പാലൊഴിക്കുമ്പോൾ. എത്ര നമ്മൾ പാലൊഴിക്കുന്നത് അതിൻ്റെ അനുസരിച്ച് നമ്മൾ കുറുകിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ പാല് കാച്ചി ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് നമുക്കൊന്ന് പാലൊഴിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ പായസം അങ്ങനെ, പിന്നെ ഞാൻ ഒരു കുഴിയിൽ പായസം കൂടി ഇതിനൊഴിച്ചിട്ടുണ്ട്. ഒരു കുഴിയിൽ പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനിങ്ങനെ തെറ്റിയൊക്കെയാണ് പറയുന്നത്, നിങ്ങൾ ക്ഷമിക്കണേ. അപ്പം ഇനിയും നമുക്ക് ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടെന്ന് പറഞ്ഞ ഓരോ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ ശർക്കരയുടെ പാനി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് ഒഴിക്കും. അപ്പം നമുക്ക് ഇച്ചിരി ശർക്കരയുടെ പാനി അങ്ങോട്ട് ഒഴിക്കാം. പിരിയുമോന്ന് എനിക്കൊരു പേടി, അത് കാരണം ഞാൻ ഇച്ചിരിയേ ഒഴിച്ചുള്ളൂ. അപ്പം നമുക്ക് അതെല്ലാം അങ്ങോട്ടൊന്ന് ഒഴിക്കാം. അപ്പം ഇത് പിരിഞ്ഞിട്ടില്ല, നമുക്ക് കുറച്ചുകൂടെ ഇങ്ങനെ ശർക്കര പാനി ഒഴിക്കാം. അപ്പം ഞാൻ കുറച്ചുകൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇതൊഴിച്ചൊന്ന് നമുക്ക് ചെറിയ തീ കിടന്ന് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആവട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് തേങ്ങാക്കൊന്തും പിന്നെ ഇതും കൂടെ വറുത്ത് ഇടണം. അപ്പം നമ്മുടെ പായസം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ പായസം ഇപ്പുറത്തെ അടുപ്പയിലോട്ട് വാങ്ങി വെച്ചിട്ട് നമുക്ക് ഒരു ഇതെടുത്ത് വെച്ചിട്ട് നമുക്ക് ഇച്ചിരി നെയ്യിലകത്ത് തേങ്ങാക്കൊന്ത് വറുത്തിടാം. അപ്പം നമ്മുടെ പായസത്തിന് നമ്മൾ ഇച്ചിരി നെയ്യിടുക. നമ്മളിച്ചിരി നെയ്യോടിട്ട് മൂപ്പിച്ച് നമുക്കൊരു ശകലം തേങ്ങാക്കൊന്ത് മൂപ്പിച്ച്. അപ്പം നമ്മുടെ പായസത്തിനെല്ലാം കിസ്മിസും ഒക്കെ ചേർത്ത് നമുക്കിതൊന്ന് കോരി ഇതിനകത്തോട്ടിടാം. അപ്പം നമ്മുടെ പായസം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ ടീ അങ്ങ് കെടുത്തി ആ അടുപ്പയിൽ നിന്ന് നമ്മൾ ഈ അടുപ്പയിലോട്ട് എടുത്തു വെച്ചു. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ രുചികരമായിട്ടുള്ള പയർ പായസം വെച്ചൊന്ന് നോക്കുക. നല്ല അടിപൊളി പയർ പായസമാണ്. അപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞത് ഈ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ. അപ്പോൾ എല്ലാവരും എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഓക്കെ. അപ്പം ഞാൻ ഇതിനകത്തോട്ടുള്ള മുന്തിരിങ്ങയും കിസ്മിസും എല്ലാം വറുത്തതിട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പം പയർ പായസം എല്ലാം വെച്ച് നിങ്ങൾ കണ്ടല്ലോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെറുപയറിൻ്റെ നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുമല്ലോ തൊലി കളഞ്ഞ്, അത് വെച്ചൊന്ന് പായസം വെച്ച് നോക്കി ഇതുപോലെ വെച്ചാൽ മതി. നല്ല അടിപൊളിയായിരിക്കും. എല്ലാവരും കഴിക്കുക, ഞങ്ങളും കഴിക്കട്ടെ പായസം.
അപ്പം നിങ്ങളെ എല്ലാവരെയും ഞാൻ വിളിക്കുക പായസം കുടിക്കാമെന്ന്. ഓക്കേ.